ഫിനാലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ പോകണം. അല്ല, ഫിനാലേക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല, കാരണം അത് കോൺട്രാക്റ്റിൽ നമ്മുടെ ഇതിലുള്ളതാണ്. അതെല്ലാവരും പോകണം. അതിന് മുമ്പ് അങ്ങനെ അവരിപ്പോൾ വല്ല ഗസ്റ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഷോ കാണുന്ന സമയത്ത് ഇപ്പോൾ സാബു ചണ്ടൊക്കെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ടാസ്കുകളായിരുന്നു പരിപാടികൾ. നല്ല കാര്യമല്ലേ, അടിപൊളി പോസിറ്റീവായി കയറി വരട്ടെ, നല്ല കാര്യം. ഇന്നലെ മിനിയാവുന്നപ്പോഴൊക്കെ ജാസ്മിൻ നല്ല റെസ്പോൺസാണ് ആര്യൊക്കെ എല്ലാവരും പറഞ്ഞു. ആണോ? നല്ല കാര്യം. ട്രാക്ക് എങ്ങനെ ട്രാക്ക് മാറ്റിയത്? അത് നല്ല കാര്യം. അതിൻ്റെ അകത്ത് കളിക്കുന്നവരൊക്കെ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കട്ടെ. ഇപ്പോൾ ജാസ്മിൻ എന്തായാലും നല്ല പ്ലെയറാണ്. നമ്മൾ ആ ഒരു പ്രശ്നം ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നേരത്ത് നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാം. ഇനിയിപ്പോൾ അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റുകൾ വളരെ കുറവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് കളിച്ചു. ജാസ്മിൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഗബ്രീനെ പുറത്താക്കി. അല്ലല്ല, അതൊക്കെ മാറി. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീദേച്ചിനെ കണ്ടായിരുന്നു. അപ്പോൾ ശ്രീദേച്ചിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ശ്രീദേച്ചി പറഞ്ഞു ശരണ്യയുടെ മറ്റേ വിഷയം നടക്കുന്നത് വരെ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് സീക്രട്ട് റൂമിലാണെന്നാണ്. ലാലേട്ടൻ വന്ന് ശരണ്യയുടെ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൺഫേം ആയി, മനസ്സിലായി ഇനി വരില്ല എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഫോട്ടോ കാണുമ്പോൾ കരയുന്നുണ്ടല്ലോ. നല്ല കാര്യമല്ലേ, ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും നല്ല സ്ക്രീൻ കിട്ടണമെന്നൊക്കെ ആർക്കും പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിന് അതിൻ്റെ അകത്ത് സ്ക്രീൻ ഫേസ് കിട്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് തിങ്. അതെ. അല്ല, അതായത് ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് കൊടുക്കായിരുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു സൈഡ് നെഗറ്റീവോ പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ് സീസൺ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി അപ്പോൾ നല്ല കണ്ടസ്റ്റൻസിനൊക്കെ പുറത്താക്കിയത് തോന്നുന്നുണ്ടോ? നല്ലത് ചീത്താന്നൊന്നുമില്ല, അതിൻ്റെ അകത്ത് നിൽക്കുന്നവരാണ് നല്ലത്. നല്ല ഗെയിമർ എന്നുള്ള ഉദ്ദേശിച്ചത് അല്ല, കഴിവുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയും പിടിച്ച് നിൽക്കണമായിരുന്നു. പുറത്താകുന്നത് നമ്മുടെ തന്നെ പ്രശ്നം, അല്ലെങ്കിൽ ഓഡിയൻസ് ഔട്ടാക്കുന്നതുകൊണ്ടാണല്ലോ. ഇന്ന് അതിന് നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തായാലും പുറത്താകാനുള്ളൊരു പുറത്താവുക തന്നെ ചെയ്യും.